ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും റെസ്റ്റ് എടുക്കലും കഴിഞ്ഞ് പിന്നെ എൻ്റെ മടിയൊക്കെ മാറ്റി വെച്ച് ഞാൻ ദേ നമ്മുടെ പഴയ ട്രാക്കിലോട്ട് വന്നിട്ട് കണ്ടു കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ക്ലാസ്സിൽ പോകണമല്ലോ, അങ്ങനെ ദേ കാലത്തെ തന്നെ എഴുന്നേറ്റ് അടുക്കളയിലോട്ട് കയറിയിട്ട് നമ്മുടെ ആ ക്ലീൻ ചെയ്ത് വെച്ചേക്കണ ഗ്യാസ് അടുപ്പിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. പിന്നെ പാൽപ്പൊടി കലക്കി ഇതേ ഒരു ചായ കടപ്പത്തോട്ട് ആക്കിയിട്ടുണ്ട്. അതിനിടയിൽ തന്നെ ദോശയ്ക്കുള്ള സവോള ചട്നി ഉണ്ടാക്കാൻ നിർത്തിയിട്ട് സവോളയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേ ചായ തിളച്ച് അരിച്ചെടുത്ത ശേഷം എനിക്കും ചേട്ടനുള്ള ചായ മാറ്റിയിട്ട് ബാക്കി ഫ്ലാസ്കിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ദേ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി ഉണക്കമുളക് കൂടെ ഒന്ന് വഴറ്റാനിട്ടിട്ടുണ്ട്. ആ നേരം കൊണ്ട് ദോശ നമുക്ക് ഇത്ര വേണ്ട, പുളിച്ചു പോകും. ഞാനപ്പോൾ അതെടുത്തിട്ട് ഉപ്പിടാതെ കുറച്ചെടുത്ത് ഫ്രീസറിലോട്ട് കയറ്റിയിട്ടോ. ബാക്കി കുറച്ചെടുത്ത് മാത്രം നമുക്ക് ദോശയും ഉണ്ടാക്കാം ഇഡലിയും ഉണ്ടാക്കാം. ആദ്യം തന്നെ ഇഡലിക്കുള്ളത് അടുപ്പത്തോട്ട് ആക്കിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ദേ ദോശ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ദേ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഒരു 3 പീസ് ചിക്കൻ എടുത്ത് വറുക്കാനിട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ദോശയും കൂടെ അങ്ങോട്ട് കൈയോടെ ചുട്ട് മാറ്റിയ ശേഷം നമ്മൾ ആ സവാള വഴറ്റി വെച്ചില്ലേ, അത് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തിട്ട് കടുകും വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഇഡലിയും റെഡിയായി, ചിക്കൻ വറുത്തതും റെഡിയായി, ഒപ്പം തന്നെ ഒരു ചെറിയൊരു തേങ്ങാ ചട്നി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആലുവിന് അങ്ങനെ ക്ലാസ്സിൽ പോകാനായിട്ടൊന്നും മടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആള് നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആമിക്കുട്ടി അങ്ങനെയല്ല കേട്ടോ, നല്ല മടിയുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പോലും മുഖം കാണിക്കണില്ല. ഒരു എന്ത് പറയാൻ, ഒരു ടാറ്റ പോലും എനിക്ക് തരാണ്ടാണ്ട പോയത്. ചെറിയൊരു മൂശാട്ട കയറിയിട്ടുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ.